ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത് മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. പതിവ് പോലെ ഞാൻ എണീറ്റിട്ടോ ചവിട്ടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അതിനുശേഷം മക്കളെ വിളിച്ചുണർത്തണം, മദ്രസയിലേക്ക് പറഞ്ഞയക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടല്ലേ രാവിലെ. അങ്ങനെ അവർ രണ്ടുപേരും എണീറ്റ് നമ്മൾ ചെറിയ സ്വത്തുമാനീൻ്റെ പ്രഷയിലൊക്കെ കഴിഞ്ഞ് അവൾ ഓതെടുത്ത് വരികയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് ടൈമില്ലല്ലോ, അപ്പോഴേക്കും അവർ മദ്രസയിലേക്ക് പോകാൻ റെഡിയായി. കാലത്ത് 6:30 മദ്രസ തുടങ്ങുക. 6:15 ഇവർ മദ്രസയ്ക്ക് പോകുന്നത്. വെളിച്ചം വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ പോയതിന് ശേഷം ഇനി അടുക്കളയിലല്ലേ നമ്മളെ ജോലികൾ. അപ്പോൾ അങ്ങനെ അടുക്കളയിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോഴാണ് അവരെന്നോട് പറഞ്ഞിരുന്നു മദ്രസയിലേക്ക് പോകുമ്പോഴേ എന്നെ ഇന്ന് പൂരി ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചായക്ക് കടി പൂരിയാണ് കേട്ടോ. അങ്ങനെ പൂരിക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. അത്യാവശ്യം ഉപ്പിട്ടുകൊണ്ട് അത് ഈസിക്കുമ്പോൾ വെച്ചു. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ പൂരി ഉണ്ടാക്കാറ്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കാറ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ ഇട്ടുകൊണ്ട് പൊടി കുഴക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ക്ലീനാക്കി എടുത്തു. ഞാൻ പൂരി ഉണ്ടാക്കാറ് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ മൈദ എടുക്കും, പിന്നെ അതിൻ്റെ പകുതി പിന്നെ ചപ്പാത്തിപ്പൊടി എടുക്കും, പിന്നെ ഒരു 2 സ്പൂണ് റവ എടുക്കും കേട്ടോ, പിന്നെ 1 സ്പൂണ് ചെറിയ ജീരകമില്ലേ അതും എടുക്കും. എന്നിട്ട് അതൊന്ന് ആദ്യം സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് കുറേശ്ശെ ഒന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് അത് നല്ലോണം ഒന്ന് നല്ല ചൂടിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കും കേട്ടോ. ഇനി അത് ഓരോരോ ചെറിയ നാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ഓരോരോ ബൗളുകളാക്കി എടുക്കും. ഇനി പത്തിരി പ്രശ്ശിൽ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ട് അത് ഓരോന്ന് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുക്കും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോഴേ ക്ലീനാക്കി എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോഴേ ചെയ്യുന്നത്. അവിടെ ഒട്ടിപ്പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോരില്ലല്ലോ. അങ്ങനെ അപ്പോഴേക്കും ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂരി ഉണ്ടാക്കലും മുറ്റൊക്കെ അടിച്ചുവാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് അടിച്ചു വരികയാണേ. കൂടുതലും ഞാൻ നമ്മളെ സ്വത്തുമണികൾ മദ്രസയിൽ നിന്ന് വരുമ്പോഴേക്കും അടിച്ചു വരാൻ ശ്രമിക്കും കേട്ടോ. കാരണം അവർ വന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ പിന്നെ ആ കച്ചറ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അപ്പോൾ അധികവും ഞാൻ അവർ മദ്രസയിൽ നിന്ന് വരുമ്പോഴേക്കും അടിച്ചു വരി കഴിയാറാട്ടോ. അങ്ങനെ ഇത് അടിച്ചുവരി കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. അങ്ങനെ ജനലിൻ്റെ ചെറിയ തിണ്ടുണ്ടല്ലേ ടൈലിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണേ. അങ്ങനെ തുടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സ്വത്തുമണികൾ മദ്രസയിൽ നിന്നും എത്തിയിട്ടോ. അവരെത്തിയാൽ പിന്നെ ചായയിൽ കട്ട വരിക. അപ്പോൾ വന്ന പാട് എന്താ കടി ഉണ്ടാക്കിയെന്ന് നോക്കണേ. അങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സ്വത്തുമണികൾ ഓരോരോ തമാശ പറയുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നീട് കുടിക്കാമെന്ന് പറഞ്ഞായിരുന്നു ചായ കേട്ടോ. പക്ഷേ ഇവർക്ക് ഇവരെ കൂടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഞാൻ ഇവരെ കൂടെ തന്നെ ഇരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞു അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.